guys, welcome back to our channel, Three Perspectives of Movie. സോ ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ കൂടെ രണ്ടുപേരുണ്ടാവും എന്ന് പറഞ്ഞിരുന്നില്ലേ. സോ അവരാണ് പേര്. സോ ഐ ആം ആഷിഖ്, നദീം, റോഷൻ. സോ ഞങ്ങളാണ് ഇനി ഈ ചാനലിൽ ഫർദർ വീഡിയോസ് ഇടുക. സോ ഞങ്ങളെപ്പോഴും ഒരുമിച്ച് ഇങ്ങനെ വീഡിയോ ഇട്ടോളൊന്നുമില്ല കേട്ടോ, കാരണം ഞങ്ങൾ പല ലൊക്കേഷനിലാണ് ഇന്നിങ്ങനെ ഒരുമിച്ചായതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഒരുമിച്ചൊരു സ്റ്റഡീസും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് ഞങ്ങൾ പല ലൊക്കേഷനിലാണ് കോളേജൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ വീഡിയോ ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഞങ്ങൾ മാക്സിമം നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ എടുക്കും. അതെ, എടുക്കും. മാത്രമല്ല ഒരു ഫിലിമിന് തന്നെ നമ്മളെ പെർസ്പെക്റ്റീവ് വെച്ച് 3 അഭിപ്രായങ്ങളാണെങ്കിൽ ചിലപ്പം അതിനനുസരിച്ച് സെപ്പറേറ്റ് വീഡിയോസ് ആയിരിക്കും. അപ്പോൾ 3 ഒരു അഭിപ്രായം ആവണമെന്നില്ല എല്ലാത്തിൻ്റെയും. അപ്പോൾ വേറെ അഭിപ്രായം ഞങ്ങൾ വേറെ ഒരു പെർസ്പെക്റ്റീവ് ആയിട്ട് ഇടും. അതെ, അതാണ് നമ്മളെ മെയിൻ ചാനലിന്റെ നെയിം പെർസ്പെക്റ്റീവ്സ് ഉണ്ടാകാൻ കാരണം. കാരണം മൂന്ന് വ്യക്തികളാണ്, 3 പെർസ്പെക്റ്റീവ്. അതെ, 3 പെർസ്പെക്റ്റീവ്സ് ആണ്. സോ ഒരു പടത്തിന് തന്നെ നെഗറ്റീവും പോസിറ്റീവും പലർക്കും പല രീതിക്കാണ് തോന്നുന്നത്. അപ്പോൾ മെജോറിറ്റി പോസിറ്റീവ് ഉള്ളതാണെങ്കിൽ അവർ പോസിറ്റീവ് റിവ്യൂ ഇടും. ആ ഒറ്റയ്ക്കുള്ള നെഗറ്റീവ് പറയുന്ന ആളാണെങ്കിൽ അയാളെ കൊണ്ട് നെഗറ്റീവ് റിവ്യൂ നമ്മൾ ഇടും. അതെന്താ വെച്ചാൽ ചിലപ്പോൾ ഇപ്പം ഇൻ്റെ ടേസ്റ്റിൽ മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും വ്യൂവേഴ്സിൽ. ചിലപ്പോൾ ഇവൻ്റെ ടേസ്റ്റിൽ മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഇപ്പോൾ ഇവൻ്റെ ടേസ്റ്റിൽ മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ ഈ യൂട്യൂബ് ചാനൽ റിവ്യൂസ് കാണുന്ന സമയത്ത് നമുക്ക് തന്നെ ചിലപ്പോൾ ഒരു റിവ്യൂ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായിരിക്കും, കാരണം അയാളുടെ ടേസ്റ്റിൻ്റെ സെയിമായിരിക്കും, ഇവന് വേറെ ആയിരിക്കും, ഇവന് വേറെ ആയിരിക്കും. അതങ്ങനെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പരിപാടി ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ നമുക്ക് വീഡിയോയിൽ കിടക്കാം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട പടം മരണമാസ്. ബേസിൽ ജോസഫ് നായകനായിട്ട് എത്തിയിട്ടുള്ള പടമാണ്. സോ എന്താ പറയുക അടിപൊളി നല്ല പടമാണ്. ഒരു കോമഡി റിലേറ്റഡ് ആയിട്ടുള്ള ഫിലിമാണ്. നല്ല ചിരിക്കാനുണ്ട്, സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെ അത്യാവശ്യം നല്ല രീതിയിൽ ചിരിക്കാനുണ്ട്. എല്ലാ ഒരു സീരിയസ് മൊമെന്റ്സും ഒരു കോമഡി ആയിട്ടാണ് ആ ഫിലിമില്. അത് കോമഡി എന്ന് പറയുമ്പോൾ ഡാർക്ക് കോമഡി, അത്യാവശ്യം ഡാർക്കാണ് അല്ലേ കണ്ടന്റ്. കാരണം പല സീനുകളും അത്യാവശ്യം ഡാർക്കായിട്ടുള്ള കണ്ടന്റ് വളരെ കോമഡി ആയിട്ട് എടുത്ത സീനുകളുണ്ട്. അതാണ് പടം ഫുള്ള് എൻഗേജ് ചെയ്ത് പോണത് കോമഡിയിലാണ്. അതെ, കാസ്റ്റിങ്ങും ഒരു ബോറിങ്ങോ അതൊന്നുമില്ല, ലാഗൊന്നുമില്ല, ഫുള്ള് പോണത് ഈ കോമഡി മേനാണ്. അതുപോലെ കാസ്റ്റിംഗിൽ എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ സൈഡിൽ കൂടെ ഒരാൾ പോകണമെങ്കിൽ അയാളൊരു നമ്മൾ അറിയുന്ന ഒരാളായിരിക്കും അല്ലേ. നമ്മൾ കാണുന്നവരൊക്കെ അറിയുന്ന ആൾക്കാരാണ്. അതിൽ അറിയാതെ തോന്നിയിട്ടുള്ളത് ഒന്ന് നടിയാണ്. നടി എന്ന് പറഞ്ഞാൽ അയാം കാതൽ സിനിമയിൽ ഉണ്ടായിരുന്നല്ലോ, ആ സിനിമയിലുണ്ട്. എന്നാൽ പോലും കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾ ആ പടം കണ്ടിട്ടില്ല, അറിവുണ്ട്, കണ്ടിട്ടുണ്ടോ അവനറിയായിരുന്നു, നമുക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു ഓൾഡായിട്ട് വയസ്സായിട്ട് അഭിനയിച്ച പെർഫോമൻസ് പുള്ളിയുടെ. എല്ലാരും ചിരിക്കാനുള്ള മെയിൻ റോള് ബേസില് വഹിക്കണ പോലെ പുള്ളിയും അടിപൊളിയായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാ വരുന്നത്. പിന്നെ അങ്ങോട്ട് ഭയങ്കര രസമായിരുന്നു കുറെ ആ ഒരു ബാർ സീനും പുള്ളിയുടെ അച്ഛാണ് പിന്നെ ആ സ്റ്റോറി പോകുന്നത്. സ്റ്റോറി പോകുന്നത്. പിന്നെ ഇതില് സ്പൂഫുകൾ, മൂവി റെഫറൻസുകൾ, അത് നല്ല രസമായിരുന്നു. കാരണം ഒരുപാട് റെഫറൻസ് ഉണ്ട്. ജയിലറ്, മെർസല്, പിന്നെ പുലിമുരുകല്, അതിന്റെ കുറെ റെഫറൻസുകൾ, കുറെ വേറെ പടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൺവിൻസിങ് സ്റ്റാർ, സംഭവം എന്താ വെച്ചാൽ ഇതൊക്കെ അതിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഒരു കോമഡി പടം ഇങ്ങനെ എടുക്കുമ്പോ അതെല്ലാവർക്കും എത്തണം, ആ സാധനം എത്തണം. ഇങ്ങനത്തെ കേസുകളിലെ ചിലപ്പോ ഓഡിയൻസ് പറയും ചിലപ്പോ അത് ചളിയായി പോയില്ലെന്നല്ല അവര് പറയും, പക്ഷെ പിന്നെ ഇതിന്റെ ഡയറക്ടർ ശിവപ്രസാദ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ നമുക്ക് തോന്നുന്നത് പുതുമുഖ ഡയറക്ടറാണെന്ന് തന്നെ തോന്നുന്നു കേട്ടോ, കാരണം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ആദ്യത്തെ ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ കിടിലായിട്ടുണ്ട്. ആദ്യത്തെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ കിടിലനാണ്, അങ്ങനെ ആണെങ്കിൽ ഇത് കിടിലനാണ് ആദ്യത്തേതാണെങ്കിൽ. പിന്നെ എഴുത്തില് സിജു സണ്ണി ഉണ്ട്. അത് നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടാണ് നമുക്ക് മനസ്സിലായത് സിജു സണ്ണി ഉണ്ട് എന്നുള്ള കാര്യം. നല്ലൊരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. ഈ ശിവപ്രസാദും കോറേറ്റർ ആണ് തോന്നുന്നത്. അതിൽ സിജു സണ്ണി എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഒരു നമ്മള് മൂപ്പരെ അഭിനയിച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഒരു എഴുത്തിന്റെ ഉള്ള കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായത്. അത് ടഫ് സ്ക്രിപ്റ്റ് ആണ്, കാരണം ഒരു കോമഡി ഓറിയന്റഡ് സിനിമ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാന്ന് പറഞ്ഞത് ഇതിനു മുമ്പ് നമ്മൾ മലയാളത്തിൽ കണ്ടു മറ്റേ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്, അതാണ്.
അപ്പോൾ അതിനുശേഷം കാണാൻ പറ്റിയ നല്ലൊരു ഡാർക്ക് ഹ്യൂമർ പടമാണ് കിട്ടുന്നത്. പിന്നെ ഇതിൽ മറ്റേ എന്താ പറയാ, ഒരു ജിക്കുവിന്റെ ഒരു കാമുകില്ലേ, അവരുടെ പേരെന്താണ് റീൽസിലൊക്കെ ഉള്ള പേര് കിട്ടണില്ല. സുരേഷ് ആൾക്കാർ ആ സൗണ്ട് വരുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ജിക്കു എന്ന് പറയുന്ന ക്യാരക്ടർ സുരേഷ് കൃഷ്ണ ചെയ്ത ക്യാരക്ടറാണ്. അതില് മറ്റേ സുരേഷ് കൃഷ്ണ ഒന്നും പറയല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മുപ്പര കൺവിൻസ് റെഫറൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ വൈഫായിട്ട് അഭിനയിച്ച റോളിലുള്ള അപ്പോ എനിക്ക് ഇതില് സ്പെഷ്യൽ ആയിട്ട് ഒരാൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ മറിമായതിലൊക്കെ ചെയ്യുന്ന മറ്റേ ഉണ്ണി അടിപൊളിയായിട്ട് മരുമായി ഇരുന്ന് കാണണം. അപ്പൊ എന്തായാലും ഉണ്ണിനെ നമ്മള് കാണുമായിരിക്കും, പക്ഷെ സ്ഥിരമായി കാണലാണ്. ഉണ്ണിന്റെ സാധനം അടിപൊളിയായിരുന്നു. മറ്റേ ഒരു മാഷായിട്ട് എല്ലാരും ഫുൾ നെയിം വിളിക്കണ മാഷായിട്ട് വിളിക്കുള്ളൂ ആദ്യം. ഫുൾ നെയിം അത് വേറെ ഒന്നുമില്ല. സി ഇന്ന് ജിതിൻ കുമാർ സി സി അടിപൊളിയായിട്ട്. അതുപോലെ റിംഗ് ടോൺ എന്താ ചെയ്യും, മറ്റേ സുരേഷ് റിംഗ് ടോൺ. സോ ഓവറിൽ പറയുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മൾ ഇരുത്തി കാണിക്കുന്ന ഒരു എന്റർടൈൻമെന്റ് മൂവിയാണ്. സ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഇരിക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് നമ്മൾ ഇരുത്തി കാണിക്കും എന്താണ് അവിടെ ചെയ്യുന്ന ലെവലില് ഒരു ക്ലിഫ് ഹാങ്ങർ പോലെ ഇട്ടത് ഫസ്റ്റ് ഹാഫ്. എന്താ ഇനിയിപ്പോ ഇവരെന്താ ചെയ്യാൻ പോണെന്ന് നമ്മൾ ചിന്തിച്ചത് സത്യം പറഞ്ഞാല്. അപ്പോ അങ്ങനെ കണ്ട് ചിരിച്ച് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട്, ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് ക്യാമറ നല്ലതായിരുന്നു. മ്യൂസിക്കും ആ പടത്തിന് വേണ്ട മ്യൂസിക് നല്ല ക്യാമറയ്ക്ക് അത്യാവശ്യം ക്യാമറ ആംബിയൻസും എല്ലാം സെറ്റാണ്. മ്യൂസിക് പിന്നെ എനിക്ക് എടുത്ത് പറയാനൊന്നുമില്ല, മോശമല്ല. ആ ഒരു ഫ്ലോവിനനുസരിച്ച് സിനിമയുടെ വൈബ് യോജിച്ചു കൊണ്ടായിരുന്നു, അല്ലാതെ പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് അടിപൊളി അങ്ങനെ നല്ല മ്യൂസിക് ഒന്നും അങ്ങനെ വൈറലാകാൻ പറ്റുന്ന ഒരു സോങ് ഞാൻ അല്ല. അതിലതിനങ്ങനെ മ്യൂസിക് ബേസിലിന്റെ പെർഫോമൻസ് ഒന്നും പറയാൻ സ്പെഷ്യൽ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു ലെവലില് വരുന്ന ജയിലറില് സ്പ്രേ അടിക്കണ വിജയിന്റെ സാധനം എനിക്കൊണ്ട് വേറൊരാളെ അതിൽ കാസ്റ്റ് ചെയ്ത് അത്രത്തോളം ഷൂട്ട് ആവുന്ന ബേസിലിന് പറ്റിയ ക്യാരക്ടർ. ബേസിൽ സാധാരണ ചെയ്യണ പോലത്തെ ക്യാരക്ടർ തന്നെയാണ്, വേറെ ഡിഫറെന്റ് ആയിട്ട് അങ്ങനത്തെ ക്യാരക്ടർ ഒന്നല്ല. പക്ഷെ ബേസിൽ ആ സാധനം അടിപൊളിയായിട്ട് ചെയ്തേ. സോ പടം എന്തായാലും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ പോയി കാണണം തന്നെ പറയുള്ളൂ. തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഇങ്ങനത്തെ പടങ്ങൾക്ക് വിജയിക്കണം സത്യം പറഞ്ഞാൽ. ഇതൊക്കെ എക്സ്പെരിമെന്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനത്തെ എക്സ്പെരിമെന്റ് പടങ്ങൾ പൊതുവെ അല്ല പൊതുവെ എക്സ്പെരിമെന്റ് പടങ്ങൾ വിജയിക്കലില്ല. വർക്കിൽ വിജയിക്കലില്ല. ചിലപ്പോ ഇനി വർക്കിൽ വിജയിച്ചാൽ തന്നെ ആൾക്കാർ സ്വീകരിക്കലില്ല. തിയേറ്ററിൽ ചിലപ്പോ അതൊരു അതെ, പിന്നെ OTT ചിലപ്പോ അഭിപ്രായം വന്ന പടങ്ങളാണ് കൂടുതൽ ഉണ്ടാവില്ല. സോ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ പോയി കാണാം. ഞങ്ങൾ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. മൂന്നുപേർക്ക് നല്ല ഇഷ്ടമായിട്ട് ഒരേ പെർസ്പെക്റ്റീവില് ഇഷ്ടപ്പെട്ടു. അപ്പോ കണ്ടിരുത്താൻ പറ്റുന്ന ഒരു ഫിലിം. അപ്പോ എല്ലാവരും പോയി കാണാന്നുള്ളൊരു അഭിപ്രായത്തിലാണ്. സോ നേരത്തെ കഴിഞ്ഞ വീഡിയോന്റെ കമന്റിൽ മറ്റേ ബസൂക്കന്റെ റിവ്യൂ ചോദിച്ചിരുന്നു. നമുക്ക് എല്ലാ പടങ്ങളും പോയി കാണാനുള്ള സാഹചര്യം ഉണ്ടാവില്ല പൊതുവെ, കാരണം നമ്മൾ കോളേജൊക്കെ ഉള്ളത് ടൈമില്ല. 3 പേരും 3 ഫീൽഡുമാണ്, 3 സ്ഥലത്ത് കാണാൻ പറ്റുന്ന പരമാവധി നമ്മള് കാണാൻ പറ്റുന്ന പടങ്ങളൊക്കെ ഇപ്പൊ 3 ആളുണ്ടെങ്കിൽ 3 ആളും ചെയ്യും. ഇല്ലെങ്കിൽ ഒരാള് ആരാദ്യം കാണുന്ന വെച്ചാല് ഒരു ചെയ്യും. ഇതിപ്പോ ഈ മന്തിൽ കുറച്ച് എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒന്നാമത്. ഇനി നെക്സ്റ്റ് മന്ത് തൊട്ടിട്ട് നമ്മൾ കൂടുതൽ സിനിമകൾ നമ്മൾ കണ്ടു പറഞ്ഞിരിക്കും. സോ ഇത്ര ഉള്ളൂ ഈ പടത്തിനെ കുറിച്ച് പറയാന്. ഈ പടം കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് പറയാം. അതെ, എന്തായാലും പറയണം, കമന്റിൽ പറയണം. അതുപോലെ ഇനി റിവ്യൂ ചെയ്യണം എന്നുള്ള പടങ്ങൾ കമന്റ് ഇട്ടുള്ളൂ. നമുക്ക് പറ്റുന്ന ഇറങ്ങിയ പടങ്ങൾ ഇറങ്ങിയ പടങ്ങളും നമ്മള് പിന്നെ സജഷൻസ് ഒക്കെ ഞങ്ങൾ ഇറക്കുന്നുണ്ട്. അതെ, എല്ലാ വീക്കിലും സാറ്റർഡേസ് വരും. സോ ഇത്ര ഉള്ളതിന് പറയാണ്. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.